നിങ്ങളുടെ ഉള്ളിൽ കീഴടക്കാനാകാത്ത മഹാശക്തി കുടികൊള്ളുന്നു. ഞാൻ നിസാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സഹായിക്കാനാകുന്നില്ലെങ്കിൽ ജീവിക്കാൻ അർഹനല്ലെന്നത് തന്നെയാണ് സത്യം. ഞാൻ വളരെ കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ധർമ്മമല്ല, വിശ്വാസമല്ല, വിലാപവുമല്ല. അത് പൈശാചികതയാണ്. ഓരോരുത്തനും സ്വന്തം ചുമട് ചുമക്കാനുള്ള ശേഷിയുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനെ മറികടന്ന് സന്തോഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. എഴുന്നേൽക്കുക, ധീരനാകുക, കരുത്തനാകുക. സ്വന്തം ഭാരം സ്വന്തം ശിരസിൽ വഹിക്കുക. നിങ്ങളുടെ വിധാതാവ് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കാവശ്യമായ ബലവും സഹായവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നാം നിസ്സഹായരാണ് എന്ന് കരുതുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. ആരിൽ നിന്നെങ്കിലും സഹായം തേടരുത്. നാം തന്നെയാണ് നമ്മുടെ സഹായി. നമുക്ക് നമ്മളെ തന്നെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരും സഹായിക്കില്ല. ഇതാണ് മഹത്തായതും അവസാനത്തേതുമായ പാഠം. ഇത് മനസ്സിലാക്കാൻ ഇനിയും എത്ര കാലം വേണ്ടിവരും? സഹായം തേടുക എന്ന തെറ്റിദ്ധാരണയിൽപ്പെട്ട് മനുഷ്യൻ സ്വന്തം കാലുകൾ ബന്ധിച്ചു നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. മനുഷ്യന് സഹായം എന്നൊരാശയം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഉണ്ടായിരുന്നില്ല, ഉണ്ടാകുകയുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ ദുരിതങ്ങളിൽ നിന്നും ഉയർത്തണം. നിങ്ങൾ തന്നെ നിങ്ങളെ രക്ഷിക്കണം. മറ്റാരും നിങ്ങളെ രക്ഷിക്കാനില്ല. ഇതുണ്ടാകുമെന്ന് കരുതുന്നത് മധുരവ്യാമോഹം മാത്രമാണ്. ലക്ഷക്കണക്കിന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാലും ആരാണ് നിങ്ങളെ രക്ഷിക്കാൻ വരുന്നത്? ഉദ്ധരേദാത്മന ആത്മാനം. സ്വയം തന്നെയാണ് സ്വയം ഉയർത്തേണ്ടത്. സ്നേഹിത, ആർക്കും നിങ്ങളെ സഹായിക്കാനാവില്ല. ഉയിർത്തെഴുന്നേൽക്കുക, നിവർന്നു നിൽക്കുക. ഭയം വേണ്ട. ആദ്യഘട്ടങ്ങളിൽ ആത്മാവ് മങ്ങിയെന്ന് തന്നെ തോന്നിയാലും അതൊരിക്കലും ഇല്ലാതായിട്ടില്ല. അത് പ്രകടമാകട്ടെ. എന്തുകൊണ്ടാണ് മനുഷ്യർക്കിത്ര ഭയം? വേദാന്തത്തിന്റെ മുഖ്യ പ്രശ്നം ഇതാണ്. അതിന്റെ ഉത്തരമെന്തെന്നാൽ മനുഷ്യർ തങ്ങളെത്തന്നെ നിസ്സഹായരും അന്യാവലംബികളുമാക്കി മാറ്റിയതാണ്. നമുക്കുവേണ്ടി എല്ലാം മറ്റുള്ളവരാണ് ചെയ്യേണ്ടത് എന്ന ചിന്ത മനുഷ്യനെ അശക്തനാക്കുന്നു. മറ്റൊരാൾ നമുക്കുവേണ്ടി ചെയ്തത് നമ്മുടെ നേട്ടമാകുന്നില്ല. പരസഹായത്തിന് പിന്നാലെയുള്ള ഈ അന്ത്യമില്ലാത്ത ഓട്ടം വിഡ്ഢിത്തം മാത്രമാണ്. കാളവണ്ടിയിലെന്ന പോലെ മുന്നിൽ വെച്ച പൂവിലെത്താൻ കഴിയാതെ ഓടിത്തളരുന്ന കാളകളായിരിക്കരുത് നാം. രക്ഷ, ബലം, ജ്ഞാനം, സന്തോഷം ഇതെല്ലാം പുറത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷ ഒരിക്കലും ഫലിക്കുന്നില്ല. പുറത്തുനിന്ന് ഒരു സഹായവും വരുന്നില്ല, വരുകയുമില്ല. നാം പിഴച്ചാൽ കുറ്റം മറ്റൊരാളിലും ദൈവത്തിലും പിശാചിലും ചുമത്തുന്നത് മനുഷ്യ സ്വഭാവമാണ്. പക്ഷേ സത്യമെന്ത്? നാം വിതച്ചതാണ് നാം കൊയ്യുന്നത്. നമ്മുടെ വിധിയുടെ വിധാതാവ് നാം തന്നെയാണ്. മറ്റൊരാളെ പഴിക്കേണ്ട, പുകഴ്ത്തുമയും വേണ്ട. സ്വന്തം ഭാരമേറ്റ് സ്വയം മുന്നോട്ടു പോകുക. എന്റെ കർമ്മഫലമാണ് എന്റെ ദുഃഖം, അതിൻ്റെ പരിഹാരം എനിക്ക് തന്നെയുണ്ട് എന്ന ബോധത്തിൽ നിൽക്കുക. ദൈവങ്ങളോട് നിലവിളിച്ചാൽ ലോകദുഃഖം തീരുന്നുണ്ടോ? അനന്ത ദൈവങ്ങളുണ്ടായിട്ടും ജനങ്ങൾ പട്ടികളെപ്പോലെ മരിക്കുന്നില്ലേ? ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമയാകരുത്. നിങ്ങൾ ജനനമരണങ്ങളില്ലാത്ത അനന്തമായ ആത്മാവാണ്. അടിമയായി ജീവിക്കുക നിങ്ങൾക്ക് അനുയോജ്യമല്ല. ഉണരുക, എഴുന്നേൽക്കുക. പുസ്തകങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ പോലും മനുഷ്യനിലുള്ള ദിവ്യത്വത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയില്ല. ആ ആത്മാവ് എപ്പോഴുമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, എന്നേക്കുമായി ഉണ്ടായിരിക്കും. ആകാശത്തുനിന്ന് സഹായം പ്രതീക്ഷിക്കുന്നവൻ ആകാശം സ്വന്തം ആത്മാവിനുള്ളിലാണെന്നത് അറിയാത്തവനാണ്. സഹായം ലഭിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്നു തന്നെയായിരിക്കും. പുറത്തുനിന്നു വന്നു എന്ന് കരുതുന്നതാണ് ഭ്രമം. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെ കത്തിച്ചുകളയട്ടെ. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തശക്തിയെ ഉണർത്തട്ടെ. കുറ്റം മറ്റുള്ളവരിൽ ആരോപിക്കുന്നവർ പ്രായേണ ദുഃഖികളും ദുർബല ബുദ്ധികളുമാണ്. അതവരെ കൂടുതൽ ദുർബലരാക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് സ്വന്തം ദുഃഖങ്ങൾക്ക് മറ്റാരെയും കുറ്റപ്പെടുത്തരുത്. സ്വന്തം ഭാരം
സ്വന്തം തലയിലെടുക്കുക. ലോകത്തിലെ സകല ദേവന്മാരോടും നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. കഷ്ടപ്പാടിന് അറുതിയുണ്ടായോ? 60 കോടി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടും ജനങ്ങൾ പട്ടികളെപ്പോലെ ചാകുന്നു. എവിടെയാണ് ഈ ദൈവങ്ങൾ? വിജയിച്ചാൽ ദൈവങ്ങൾ സഹായത്തിന് വരുന്നു. അതുകൊണ്ടെന്തു കാര്യം? ഈ അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെടുന്നത് നിങ്ങൾക്ക് ചേർന്നതല്ല. നിങ്ങൾ ജനനമരണങ്ങളില്ലാത്ത അനന്തമായ ആത്മാവാണ്. അടിമകളാകുന്നത് നിങ്ങൾക്ക് ചേർന്നതല്ല. ഉണരുക, എഴുന്നേൽക്കുക. പുസ്തകങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ മനുഷ്യന്റെ ദിവ്യത്വത്തെപ്പറ്റി, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുന്ന ആത്മാവിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ ആത്മാവ് എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും. ആകാശത്തേക്ക് നോക്കി ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ആകാശം ആത്മാവിൽ തന്നെയാണ് എന്നതറിയാത്തതുകൊണ്ടാണ് അയാൾ ആകാശത്തു നിന്നും സഹായം പ്രതീക്ഷിക്കുന്നത്. സഹായം ലഭിക്കുന്നു. സഹായം വന്നാൽ അത് യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്, പുറത്തുനിന്നാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു. മസ്തിഷ്കത്തിലേക്ക് വിവരങ്ങൾ ചുമത്തിവെച്ച് അവ അവിടെ മരണം വരെ ദഹിക്കാതെ അനിയതമായി ചിതറിപ്പിടിപ്പിക്കുന്നതിൻ്റെ ആകെ ഫലമല്ല വിദ്യാഭ്യാസം. ജീവിതത്തെ പടുത്തുയർത്തുകയും മനുഷ്യനെ വാർത്തെടുക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിന് രൂപം നൽകുന്ന ആശയങ്ങളെ സ്വജീവിതവുമായി ഏകീകരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. നിങ്ങൾ 5 ആശയങ്ങളെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ആലിംഗനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവയെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രന്ഥശാല മുഴുവൻ മനസ്സിലാക്കിയ മറ്റൊരാളേക്കാൾ കൂടുതലായ വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടെന്ന് പറയാം. ഏതൊരാശയവും നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുക. മനസ്സിനെ ദുർബലപ്പെടുത്തുന്നതാണെങ്കിൽ അത് നിരാകരിക്കുക. ഇരുമ്പുപോലുള്ള മാംസപേശികളും ഉരുക്കുപോലുള്ള ശിരാതന്തുക്കളുമാണ് നമുക്കാവശ്യം. നാം ഇതിനകം വേണ്ടത്ര കരഞ്ഞിരിക്കുന്നു. ഇനി കരച്ചിൽ വേണ്ട. സ്വന്തം കാലിൽ നിൽക്കുക, മനുഷ്യരാകുക. നമുക്കു വേണ്ടത് മനുഷ്യരെ വാർത്തെടുക്കുന്ന മതം, മനുഷ്യരെ വാർത്തെടുക്കുന്ന സിദ്ധാന്തങ്ങൾ, മനുഷ്യരെ വാർത്തെടുക്കുന്ന വടിവൊത്ത വിദ്യാഭ്യാസം. ദൗർബല്യത്തെക്കുറിച്ച് തുടർച്ചയായി ചിന്തിച്ചാൽ ബലമുണ്ടാകില്ല. ദൗർബല്യത്തിനുള്ള പരിഹാരം ദൗർബല്യധ്യാനമല്ല, ബലധ്യാനമാണ്. ഉള്ളിൽ കിടക്കുന്ന ശക്തിയെക്കുറിച്ച് മനുഷ്യരെ ബോധിപ്പിക്കുക. മനസ്സിന്റെ ശക്തികൾ ചിതറിപ്പോയ പ്രകാശരശ്മികൾ പോലെയാണ്. അവയെ ഏകാഗ്രമാക്കി ഒരേ ലക്ഷ്യത്തിലേക്ക് തിരിയിച്ചാൽ ആ വസ്തുവിനെ പൂർണ്ണമായി പ്രകാശിപ്പിക്കും. ഇതുതന്നെയാണ് അറിവിലേക്കുള്ള ഏക വഴി. ലോകത്തിലെ അറിവൊന്നും മനഃശക്തിയെ ഏകാഗ്രമാക്കാതെ സിദ്ധിച്ചിട്ടുണ്ടോ? പ്രപഞ്ചം തന്റെ രഹസ്യങ്ങൾ തുറന്നു നൽകാൻ സദാ തയ്യാറാണ്. എവിടെയാണ് മുട്ടേണ്ടത്, എങ്ങനെ തട്ടണം എന്നറിഞ്ഞാൽ മതി. അത് ചെയ്യാനുള്ള ബലവും സാമർഥ്യവും ഏകാഗ്രതയിൽ കൂടെയാണ് ലഭിക്കുന്നത്. മനുഷ്യന്റെ മനഃശക്തിക്ക് അതിരുകളില്ല. അതിനെ എത്രയധികം ഏകാഗ്രമാക്കുന്നുവോ അത്രയധികം ശക്തി ഒരേ കേന്ദ്രത്തിൽ ചെലുത്താൻ കഴിയും. അതുതന്നെയാണ് രഹസ്യം. ജീവിതത്തിൽ അസാധ്യമൊന്നുമില്ലെന്ന് വിശ്വസിക്കുക. നാം ദുർബലരാണ് എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പാപം. അതിലധികം മറ്റൊരു ഈശ്വര നിന്ദയില്ല. നിങ്ങളിൽ ദൗർബല്യമുണ്ടാക്കുന്ന ഓരോ ചിന്തയും ഓരോ വാക്കും തന്നെയാണ് ലോകത്തിൽ വാസ്തവത്തിൽ ദുഷ്ടം. മനുഷ്യനെ ഭീരുവും ദുർബലനുമാക്കുന്നതെല്ലാം തള്ളിക്കളയണം. നാം ദുർബലരാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, സ്വയം ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് രാവും പകലും കരുതുന്ന ഒരാളിൽ നിന്ന് ഒരു തരത്തിലുള്ള നന്മയും പ്രസവിക്കില്ല. ഞാൻ ദീനൻ, നീചൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് തുടർച്ചയായി ചിന്തിച്ചാൽ അവസ്ഥ യാഥാർത്ഥ്യമായി മാറും. മനസ്സാണ് മനുഷ്യനെ നിർമ്മിക്കുന്നത്. ഒരു മനുഷ്യനോട് നിരന്തരം നീ നീചനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനിൽ ആ ധാരണ ഉറച്ചുതന്നെ വളരും. മറ്റൊരാളെ പാപിയെന്ന് വിളിക്കുന്നതോളം നിന്ദ്യമായ മറ്റൊരു പ്രവൃത്തിയില്ല. ഇന്നത്തെ മനുഷ്യൻ മോഹങ്ങളിൽ മുങ്ങിക്കിടക്കുകയാണ്. മോക്ഷത്തിനും സുസ്വരൂപ സാക്ഷാത്കാരത്തിനും വഴിയൊന്നേയുള്ളൂ: മോഹങ്ങളെ അതിക്രമിക്കുക. സിംഹങ്ങളെ, എഴുന്നേൽക്കൂ. നാം ആടാണെന്ന ഭ്രാന്ത തള്ളിക്കളയുക. മരണത്തെ തൊടാത്ത ആത്മാക്കളാണ് നിങ്ങൾ. നിങ്ങൾ ജഡമല്ല, നിങ്ങൾ ആത്മാവാണ്.
ജഡം നിങ്ങളുടെ ദാസൻ, നിങ്ങൾ ജഡത്തിൻ്റെ ദാസന്മാരല്ല. അമൃതാനന്ദത്തിൻ്റെ അരുമക്കിടാങ്ങളെ, എത്ര മധുരവും പ്രത്യാശ നിറഞ്ഞതുമായ വിളിപ്പേരാണിത്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈശ്വര സന്താനങ്ങളാണ്, ദിവ്യന്മാരാണ്, പരിപൂർണന്മാരാണ്. നിങ്ങളെ പാപികളെന്ന് വിളിക്കുന്നത് പാപം തന്നെയാണ്, മനുഷ്യ സ്വഭാവത്തോടുള്ള ഗുരുതരമായ അപമാനം. എഴുന്നേൽക്കൂ, ഉണരൂ, ദൗർബല്യത്തിൻ്റെ മയക്കത്തിൽ നിന്ന് ഉണരൂ. യാഥാർത്ഥ്യത്തിൽ ആരും ദുർബലരല്ല. ആത്മാവ് അപരിമിതമാണ്, സർവശക്തനും സർവജ്ഞനും തന്നെയാണ്. നിങ്ങളിലുള്ള ദൈവത്തെ നിഷേധിക്കരുത്. അതിമയക്കവും ദൗർബല്യവും അലംഭാവവും നൂറ്റാണ്ടുകളായി നമ്മുടെ വംശത്തെ പിടിച്ചിരുത്തി. ഇനി ഉണരുക. മനുഷ്യൻ വെറും ബാഹ്യപ്രപഞ്ചത്തെ പഠിച്ചു തീർന്നപ്പോൾ താൻ ശൂന്യനാണെന്ന് കരുതുന്നു. പക്ഷേ യഥാർത്ഥ ശക്തി അവിടെ നിന്നല്ല. മനുഷ്യന്റെ ആന്തരിക പ്രകൃതി ഏതു അഗ്നിപർവ്വതത്തെക്കാളും ഏതു പ്രകൃതി നിയമത്തെക്കാളും ലക്ഷം മടങ്ങ് ശക്തിയാണ്. അവസാനം ആന്തരിക ശക്തിയാണ് ബാഹ്യപ്രപഞ്ചത്തെ കീഴടക്കുന്നത്. മനുഷ്യനിലുള്ള ഈ ശക്തികളെക്കുറിച്ച് ഇനിയും എത്ര കുറവാണ് നമ്മൾ അറിയുന്നത്. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആന്തരിക യാഥാർത്ഥ്യം അനന്ത ബലാനന്ദ സാഗരമാണ്. അതുകൊണ്ടൊരിക്കലും പറയരുത്, ഞാൻ പാപിയാണ്. മനുഷ്യനോട് പറയുക, നീ ഈശ്വരനാണ്. ഞാൻ പാപി, ദുഃഖി, ദുർബലൻ എന്ന ഓരോ ചിന്തയും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയിലേക്ക് ഒരു കണ്ണി കൂടി ചേർക്കുകയാണ്. ഇനി അത് നിർത്തുക. ഉണരൂ, സ്വയം തിരിച്ചറിയൂ, നിങ്ങളിലുള്ള അനന്തശക്തിയെ പ്രഖ്യാപിക്കൂ.